പുന്നമടക്കായലിലെ വീറിനും വാശിക്കും മത്സരശേഷിക്കും അവസാനമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഫോട്ടോ ഫിനിഷിലെ വിജയത്തെ ചൊല്ലി തർക്കവും സംഘർഷവും പിന്നീടുണ്ടായി. കാരിച്ചാൽ ചുണ്ടൻ്റെ വിജയം അംഗീകരിക്കില്ലെന്ന് സംഘാടകരുമായി ഒത്തുകളി നടന്നെന്ന ആരോപണവുമായി വിയപുരം ചുണ്ടൻ, നടുഭാഗം ചുണ്ടനും ഒക്കെ രംഗത്ത് വന്നു. ഇന്നലെ ഈ മത്സരിച്ച് വിജയിച്ചത് ആരാണ് എന്ന പ്രഖ്യാപനം വന്നതിന് ശേഷം ഈ കായൽ പരപ്പിൽ അലോസരങ്ങളുണ്ടായി. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാലും VBC കൈനഗരി തുഴഞ്ഞ വിയപുരവും ഫിനിഷിംഗ് പോയിന്റ് തൊട്ടത് ഒരേ സെക്കൻഡിൽ. സമയം സ്ക്രീനിൽ തെളിഞ്ഞത് ഒന്നുപോലെ. പിന്നീടുള്ള വിഭജനത്തിലാണ് 5 മൈക്രോ സെക്കൻഡിന്റെ വിജയം കാരിച്ചാലിനെന്ന അറിയിപ്പ് വന്നത്. പിന്നാലെ തുഴയാവേശം തർക്കമായി മാറി. കാരിച്ചാലിന് വേണ്ടി സംഘാടകർ ഒത്തുകളിച്ചെന്ന വിയപുരത്തിന്റെ ആരോപണം. സമയവിഭജനം എന്തിന്റെ അടിസ്ഥാനത്തിലെന്ന് അറിയില്ലെന്നും പരാതി. തുഴഞ്ഞുകയറുന്നതിന്റെ വീഡിയോ പരിശോധിക്കണമെന്നും ആവശ്യം. പള്ളാത്തുരുത്തിയും വിയപുരം ഒരുമിച്ചാണ് വന്നത്. മൈക്രോ സെക്കൻഡ് പോലും വ്യത്യാസമില്ല. സംഘാടകർ നമ്മളായിട്ട് അടുക്കുന്നില്ല. വിയപുരമാണ് ലീഡ്. വിയപുരം നിങ്ങൾ നോക്കണം, നിങ്ങൾ കയറി നോക്കുക. ഒരിക്കലും വീഡിയോ കാണിക്കണം. രണ്ടാമത് വീഡിയോ ടൈം ബോർഡിൽ ഒരേ ടൈം മൈക്രോ സെക്കൻഡ് വരെ ടൈം ബോർഡിൽ ശരിയല്ല. മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലും അട്ടിമറി നടന്നെന്ന ആരോപണവുമായി നടുഭാഗം ചുണ്ടനും രംഗത്തെത്തി. ആവേശപ്പോരിൽ കിരീടമുയർത്തിയെങ്കിലും പതിവ് പോലുള്ള ആഘോഷങ്ങളില്ലാതെയാണ് കാരിച്ചാൽ ചുണ്ടൻ തുഴഞ്ഞ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വേദി വിട്ടത്. സംഘാടകരുടെ തീരുമാനം അംഗീകരിക്കുന്നത് മര്യാദയുടെ ഭാഗമെന്നാണ് കാരിച്ചാലിന്റെ നിലപാട്. പരാതിയുമായി മുന്നോട്ടു പോകാനാണ് വിയപുരത്തിന്റെ തീരുമാനം. മത്സരാവേശമെങ്കിലും ആതിഥേയരായ 2 ടീമുകൾ തമ്മിലുള്ള തർക്കം നെഹ്റു ട്രോഫിയുടെ നിറം കെടുത്തി. ടീം 24 ആലപ്പുഴ. ഇത്തരം മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഒരു വിജയം ഉണ്ടാകുമ്പോൾ ഇത്തരം പരാതികളൊക്കെ സ്വാഭാവികമാണ്. മാത്രമല്ല ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത് 5ാം തവണയാണ് നെഹ്റു ട്രോഫി കരസ്ഥമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുന്നമടക്കായലിൽ വള്ളം കളിക്കിറങ്ങുന്ന എല്ലാ ബോട്ട് ക്ലബ്ബുകളും അതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പരാതികളും കോടതി കയറ്റവും ഒക്കെ സ്വാഭാവികമാണ്. വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഈ മത്സരത്തിൻ്റെ തർക്കം എവിടെ പോയി അവസാനിക്കുന്നു.